الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل أتاك حديث ضيف إبراهيم المكرمين إذ دخلوا عليه فقالوا سلاما قال سلام قوم منكرون فراغ إلى أهله فجاء بعجل سمين فقربه إليهم قال ألا تأكلون ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും അല്ലാഹുവെ ഭയപ്പെട്ടും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും ജീവിതത്തിലുടനീളം മുന്നോട്ട് പോകാൻ എപ്പോഴും ശ്രദ്ധിക്കണം, പരമാവധി ശ്രദ്ധിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായി ജീവിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തു എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവും. നമ്മുടെ അയൽവാസികളുമായി ുള്ള ബന്ധങ്ങൾ, അത് ശ്രദ്ധിക്കുന്നതിനെ കുറിച്ച് സൂക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏറ്റവും നല്ല ബന്ധം. ഒരു ഹദീസ് ഞാൻ ഇന്നലെ വേറെ ഒരു കാര്യത്തിന് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഹദീസ് കണ്ടു. ആ ഹദീസിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആരാണ് നല്ലവൻ എന്ന് ചോദിച്ചാൽ അയൽവാസി ആരാണോ നല്ലവൻ എന്ന് പറയുന്നത് അവനാണ്, തിരിച്ചാണെങ്കിൽ മറിച്ച് ഇങ്ങനെയാണ്. വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മറ്റൊരു കാര്യം ഉണ്ട്. നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു ഇസ്ലാമിക കുടുംബത്തിന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അപ്പൊ കുടുംബത്തിൽ നമുക്ക് ഒരു ധാരണ ഉണ്ടാവേണ്ട, അല്ലെങ്കിൽ നമുക്ക് ബോധം ഉണ്ടാവേണ്ട, അറിവുണ്ടാവേണ്ട ഒരു കാര്യം, ചെറുത് എന്ന് തോന്നാമെങ്കിലും അതൊരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ ആതിഥ്യ മര്യാദയാണ്. അതിഥികൾ ആതിഥ്യ മര്യാദ. നമ്മൾ വീട്ടിലേക്ക് വരുന്ന ആളുകൾ, അവരാണ് അതിഥികൾ. അപ്പൊ നമ്മൾ ആതിഥേയരാണ്. ഈ അതിഥികളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ അവരെ പരിഗണിക്കണം, ഇതിന് വലിയൊരു പ്രാധാന്യം ഇസ്ലാമിലുണ്ട്. കാരണം ഇത് മനുഷ്യബന്ധങ്ങളാണ്. ഈ മനുഷ്യബന്ധങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാണ്. ഇതിൽ വരുന്ന കുഴപ്പങ്ങൾ ബന്ധങ്ങളുടെ തന്നെ കുഴപ്പങ്ങൾക്ക് തന്നെ കോട്ടം തട്ടിക്കും. അതുകൊണ്ട് അതിഥികളെ എങ്ങനെ മാനിക്കണം, അത് നമുക്ക് വിശുദ്ധ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറഞ്ഞപ്പോ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്ത് മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നു. അത് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ സമൂഹത്തിലേക്ക് പോകാനുള്ള മലക്കുകളാണ്.
ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ സഹോദരപുത്രനാണ് ലൂത്ത്. അദ്ദേഹം സദോം എന്ന് പറയുന്ന പ്രദേശത്ത് പ്രവാചകനായി നിയോഗിക്കപ്പെട്ട്, പക്ഷെ ആ ജനത വൃത്തികേടുകൾ നമുക്കറിയാലോ. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ വൃത്തികേടുകളിൽ മുഴുകി അവസാനം ലൂത്ത് നബിയെ തന്നെയും നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള പരിപാടികളൊക്കെ ആവിഷ്കരിക്കുകയാണ്. അപ്പൊ ഇനി ആ സമൂഹത്തിൽ നന്മയില്ല, അവരെ നശിപ്പിക്കുകയാണ് അല്ലാഹു തആല. അപ്പോ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദര പുത്രനാണ്. അപ്പൊ മലക്കുകൾ ഇവിടെ വന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്നിട്ട് ആ വിവരങ്ങളൊക്കെ പറയണം. അപ്പൊ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ആരോ അതിഥികൾ വന്നിരിക്കുകയാണ്. ഹൽ അതാക ഹദീസ് വൈഫി ഇബ്രാഹിം അൽ മുക്രമി, ഇബ്രാഹിമിന്റെ മാന്യരായ ബഹുമാന്യരായ അതിഥികളുടെ വിവരം താങ്കൾക്ക് അറിയില്ലേ? ഇദ്ദഖലു അലൈഹി ഫഖാലു സലാമ, അവർ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് വന്ന് സലാം പറഞ്ഞു. ഇബ്രാഹിം നബി സലാം മടക്കി. ഖാല സലാം ഖൗമൻ മുൻകറു, പരിചയമില്ലാത്ത ആളുകളാണല്ലോ എന്ന് എങ്ങനെ പ്രതിവചിച്ചു. എന്നിട്ട് അദ്ദേഹം അവരുടെ സ്വീകരിച്ച് ഇരുത്തിയിട്ട് ഫറാഗ ഇലാ അഹ്ലിഹി, എന്നിട്ട് വേഗം വീട്ടിലേക്ക് പോയിട്ട്, അകത്തേക്ക് പോയി നമ്മൾ പറയാം, അല്ലെങ്കിൽ അവിടെ അകത്തോട്ട് പോയിട്ട് അവരെ പുറത്തിരുത്തി, അല്ലെങ്കിൽ അവരുടെ ഇരിച്ചിരുത്താനുള്ള ഇടത്ത് ഇരുത്തിയിട്ട് വേഗം അകത്തോട്ട് പോയിട്ട് ഫജാഅ ബിഇജ്ലിൻ സമീൻ, നല്ല കുറച്ച് എന്താ പറയാ കൊഴുത്ത തടിച്ച ഒരു പശുക്കുട്ടി അല്ലെങ്കിൽ കാളക്കുട്ടിയെ അറുത്തിട്ട് അവന്റെ മാംസമൊക്കെ റെഡിയാക്കിയിട്ട് ഇവർക്ക് നല്ലൊരു ഭക്ഷണവുമായിട്ട് വന്നു. ഫഖറബഹു ഇലൈഹി, എന്നിട്ട് അവരതിലേക്ക് ക്ഷണിച്ചു. പക്ഷേ അവർ കഴിക്കുന്നില്ല. അലാ തഅക്കുലൂൻ, അപ്പോ അവർ അത് ഭക്ഷിക്കുന്നില്ല. അപ്പൊ പിന്നെ ബാക്കി എന്താ പറയുന്നത്? ഇത് പറയാനല്ല നമ്മളെ ഉദ്ദേശം. പിന്നെ അതിന്റെ ബാക്കിയുണ്ട്. ഇത് സൂറ അൻആമിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന ആളുകൾക്ക് സൂറ അൻ-നിസാ 36-ാമത്തെ ആയത്തിലാണ്. ഇങ്ങനെ വന്ന ആളുകൾക്ക് സൂറത്തു ദാരിയാത്ത് 27-ാമത്തെ ആയത്ത് മാറിപ്പോവാം. അപ്പൊ ഇങ്ങനെ വന്ന ആളുകളെ പ്രത്യേകമായിട്ട് സൽക്കരിച്ചു സ്വീകരിച്ച് അവിടെ ഇരുത്തണം. എന്നിട്ട് അവർക്ക് ആഹാരം കൊടുക്കണം. ഇത് എന്തിനായിരിക്കും ഇങ്ങനെ ഈ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തന്നത് എന്നതാണ്. അപ്പൊ അത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇത് പറഞ്ഞപ്പോ അതിഥികളായി വരുന്ന മനുഷ്യരെ എങ്ങനെ ആദരിക്കണം, എങ്ങനെ മാനിക്കണം ഇത് പഠിപ്പിക്കാം. പരിചയമൊന്നുമില്ല, പക്ഷെ വീട്ടിൽ വന്നപ്പോ അവരെ ഏറ്റവും നല്ല രൂപത്തിൽ അങ്ങോട്ട് സ്വീകരിക്കും. അപ്പൊ ആതിഥ്യ മര്യാദ അല്ലെങ്കിൽ അതിഥികളെ സ്വീകരിക്കും. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പലരും വരാം. ഒന്ന് നമ്മളെ കുടുംബങ്ങളായിരിക്കാം. അപ്പൊ നമ്മള് കുടുംബ ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, കുടുംബങ്ങളൊക്കെ വീട്ടിൽ വന്നവരെയൊക്കെ പിന്നെയും വരാനും നമ്മളെ അടുത്ത് വരാനും നമ്മളെ കാണാനും ഒക്കെ അവർക്ക് താല്പര്യം ഉണ്ടാകുന്ന എപ്പോഴാ വെച്ചാൽ ഒരിക്കൽ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ വന്നു കഴിയുമ്പോൾ അവരെ നമ്മളെ ഏറ്റവും മാന്യമായി പരിഗണിക്കുമ്പോൾ മാത്രം. അവർ വേഗം മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കും. ഇപ്പൊ നമ്മൾ വേറൊരിടത്ത് ചെന്നിട്ട് അവരുടെ എന്താ പറയാ ഒരു സമീപനം, അവരുടെ ഒരു അവസ്ഥ നമ്മൾ നോക്കുമല്ലോ. അപ്പൊ നമുക്ക് രണ്ടാമത് അവിടേക്കൊന്ന് പോകണമെന്ന് പിന്നെ തോന്നുന്നത് എപ്പോഴാണ്, തോന്നാതിരിക്കുന്നത് എപ്പോഴാണ്. ഇതേ അവസ്ഥ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ, അപ്പൊ ഒന്ന് നമ്മുടെ കുടുംബങ്ങൾ വരാം, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികൾ വരാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ വരാം, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള സാമൂഹ്യമായ സംവിധാനങ്ങളിൽ നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകളോ നമ്മുടെ മറ്റു ആളുകളോ ഒക്കെ വരാം. അപ്പൊ ഇങ്ങനെ, അല്ലെങ്കിൽ ബിസിനസ് ബന്ധമൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ അങ്ങനെ ആരാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതെങ്കിലും അവര് നമ്മുടെ അതിഥികളാണെന്നും അവരെ സ്വീകരിച്ച് ആദരിച്ച് ബഹുമാനിച്ച് ഇരുത്തുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ദീനീ ബാധ്യതയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ, ഒന്ന് നമ്മൾ അതിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. അത് പറഞ്ഞു, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അയൽവാസികളോട് ഏറ്റവും നന്നായി വർത്തിക്കണം. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു. അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ അതിഥിയെ മാനിക്കണം. നോക്കൂ, നിങ്ങൾ ഈമാനും വിശ്വാസവും ഒക്കെ ആയിട്ടാണ് ഇതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. 3 ദിവസം വരെ ഒരാൾക്ക് അതിഥിയായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കാമെന്ന ഹദീസിൽ അങ്ങനെയാണ്. അൽളിയാഫത്തു സലാസത്തു അയ്യാമിൻ, 3 ദിവസം ഒരാൾക്ക് ആതിഥ്യം കൊടുക്കാം. ജായിസത്തുഹു യൗമുൻ വലൈല, പ്രത്യേക പരിഗണന കൊടുക്കേണ്ടത് ഒരു ദിവസം പ്രത്യേക പരിഗണന കൊടുക്കണം. പ്രത്യേക ഭക്ഷണവും പ്രത്യേക പരിഗണന. പിന്നെ ബാക്കി 2 ദിവസം കൂടെ അയാൾ അവിടെ താമസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം?
ഒരു സാധാരണഗതിയിലുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണം സംഗതികളൊക്കെ കൊടുത്താൽ മതി. ഏറ്റവും മാന്യമായിട്ട് ഒരു ദിവസം അവരെ മാന്യമായി അല്ലെങ്കിൽ പ്രത്യേക പരിഗണനയോടുകൂടി എടുക്കുകയും ബാക്കിയുള്ള 2 ദിവസം അവരെ സാധാരണഗതിയിലാണെങ്കിൽ അവരെ അതിഥിയായിട്ട് അവരെ താമസിക്കുക. നമ്മുടെ വീട്ടില് ഒരാൾക്ക് വന്നിട്ട് ഇപ്പൊ ഈ സഹാബത്തിന്റെ ചരിത്രത്തിലൊക്കെ നമ്മൾ പല സംഭവങ്ങൾ വായിക്കുക. അപ്പൊ നമുക്കൊരു ഒരു ഒരു അത്ഭുതം തോന്നും, ഇതെന്തങ്ങനെ. അതായത് ഒരാൾ ചൊല്ലുന്നു, വീട്ടിൽ ഞാൻ ഇവിടെ അതിഥിയാണെന്ന് പറയുന്നു, താമസിക്കുന്നു, അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും അതിഥിക്ക് വേണ്ടി ഒരു വിരിപ്പുണ്ടാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കട്ടിൽ അല്ലെങ്കിൽ ഒരു റൂം അതിഥിക്ക് വേണ്ടി വെക്കണം എന്നാണ്. ഫിറാഷുൽ ലിറജുലി വഫിറാഷുൽ ലിംറഅതി വസ്സാലിസു ലിദ്ദൈഫി എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതിഥിക്ക് വേണ്ടിയും തനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ വിരിപ്പും കട്ടിലും ബെഡും ഒക്കെ ഉള്ളതുപോലെ അതിഥിക്ക് വേണ്ടിയും ഒന്ന് ഒരുക്കി വെക്കുക. ഏത് സമയത്തും ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക്, ഒരു മനുഷ്യന് നമ്മുടെ വീട്ടിൽ അതിഥിയായിട്ട് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അതിഥികളായി ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്ന ആളുകൾ അല്ലെ, പലരും ജൂതന്മാരും അല്ലാത്തവരും ഒക്കെ അതിഥികളായി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിഥിക്ക് വേണ്ടി ഒരു സൗകര്യം ഒരുക്കുക. 3 ദിവസം വരെ അവർക്ക് അതിന് അവിടെ താമസിക്കാൻ. പിന്നെ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, 3 ദിവസവും കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ എന്ത് ചെയ്യരുത്, 3 ദിവസവും കഴിഞ്ഞു പിന്നെയും വിഷമിപ്പിച്ചുകൊണ്ട് അവിടെ നിൽക്കരുത്. ആ ഹദീസിന്റെ ബാക്കി എന്താണെന്നറിയോ? വലാ യഹില്ലു ലിറജുലിൻ മുസ്ലിമിൻ അൻ യുഖീമ ഇൻദ അഖീഹി ഹത്താ യുസ്ലിമഹു. ഒരാൾക്ക് അനുവദനീയമല്ല തന്റെ സുഹൃത്തിന്റെ സഹോദരന്റെ വീട്ടിൽ പോയിട്ട് അയാളെ പ്രയാസപ്പെടുത്തുമാറ് അവിടെ താമസിക്കാം. അപ്പൊ നമ്മൾ സാഹചര്യം മനസ്സിലാക്കണം. ഈ അതിഥികളായിട്ട് പോകുന്നവർ നമുക്കൊരു ബോധം, സാമാന്യ ബോധം ഉണ്ടാകണം. അവിടുത്തെ അവസ്ഥ എന്താണ്, സാഹചര്യം എന്താണ്. അപ്പൊ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. ആളുകളുടെ അസൗകര്യങ്ങളൊക്കെ നോക്കണം, സൗകര്യങ്ങൾ നോക്കണം, കയറി ചെല്ലുന്ന സമയം നോക്കണം. മനുഷ്യന്മാർ വിശ്രമിക്കുന്ന സമയത്ത് വീട്ടിൽ പോയിട്ട് വെല്ലടിച്ച് കയറി ചെന്നിട്ട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മറ്റുള്ള പ്രശ്നങ്ങളിൽ ആളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ കയറി ചെല്ലരുത്. ഇതൊക്കെ അതിഥികളായി ചെല്ലുന്ന ആളുകൾ പരിഗണിക്കേണ്ട കാര്യമാണ്. പക്ഷെ ഏതൊരവസ്ഥയിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് ആര് കയറി വന്നാലും വ ഇന്ന ലിസൗരിക അലൈക ഹഖ്ഖ, നിന്റെ അതിഥിയോട് നിനക്കൊരു കടപ്പാടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞില്ലേ, ഒരാളോട് നമസ്കാരവും നോമ്പൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ആളോട് അത് മാത്രം പോരാ, നീ നിന്റെ കുടുംബത്തോടുള്ള ബാധ്യത നിർവഹിക്കണം, നിന്റെ ശരീരത്തോടുള്ള ബാധ്യത നിർവഹിക്കണം എന്നൊക്കെ പറഞ്ഞു വൈന്നലി സൗരിക അലൈക ഹഖ്ഖ, നിനക്ക് നിന്റെ അതിഥിയോടുകൂടി എന്തുണ്ട്, ബാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ അറിയുന്നത് കൊണ്ടാണ് ഇസ്ലാമിക സംസ്കാരത്തിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ സമൂഹത്തിൽ നമുക്കൊരു വീട്ടിലേക്ക് കയറി ചെന്നാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഈ പറഞ്ഞ ഈ മര്യാദയും ഈ പറഞ്ഞ ഈ പരിഗണനയുണ്ടല്ലോ, ഇത് പലയിടത്തും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ആതിഥ്യവും മര്യാദയും എന്ന് പറയുന്നത് ഒരു അധ്യായമായി തന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളിലും കിതാബുകളിലും ഹദീസിലും ഖുർആനിലും ഒക്കെ പഠിപ്പിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ നമ്മളത് പരിഗണിക്കുക. നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന ഒരാൾക്കും ഒരു മനോവിഷമത്തോടെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. നല്ല സ്നേഹവും പരിഗണനയും അവർക്ക് കൊടുക്കാം. നമുക്ക് സാധ്യമായതൊക്കെ ഇപ്പൊ ഭക്ഷണം അതുപോലെ സംഗതികളൊക്കെ നമ്മളെ പരിഗണിച്ച് വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ കഴിവിനപ്പുറത്ത് അല്ലെ ഒരാൾക്ക് വേണ്ടിയിട്ട് പൊങ്ങച്ചം കാണിക്കുക, അങ്ങനെ ചില ആളുകളൊക്കെ ചെയ്യും. ആൾ വലിയ ആളാണ് വന്നിരിക്കണം, അതുകൊണ്ട് അങ്ങനെ കൊടുക്കണം എന്നൊക്കെ പറയും. വേറെ ചിലയിടത്തൊക്കെ കാണാൻ വെച്ചാൽ കുറേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇയാളത് അല്ലെങ്കിൽ ഈ ഒന്നോ രണ്ടോ ആളുകൾ അതിൽ നിന്ന് കുറച്ചൊക്കെ കഴിക്കാം. പിന്നെ കുറെ ഇങ്ങനെ അത് തന്റെ ഒരു ഇത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പൊങ്ങച്ച പ്രകടനത്തിനുള്ള അല്ലെങ്കിൽ ഇത്തരം സംഗതികൾ കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് എന്തിനു ഉപയോഗപ്പെടുത്തുക, അത് ശരിയല്ല. അതോടൊപ്പം മാന്യമായ പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ ഈ വിഷയം ശ്രദ്ധിക്കണം. ഇത് ഒരു ചെറിയ വിഷയമാണെങ്കിലും നമ്മുടെ ഒരു കൂട്ടുജീവിതത്തിൽ, നമ്മുടെ ഒരു സാമൂഹ്യ സംവിധാനത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വലിയ പരിഗണനയുണ്ട്, പ്രാധാന്യമുണ്ട്. ചില ആളുകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്, അദ്ദേഹം വലിയ അതിഥി സൽക്കാര പ്രിയനായിരുന്നു അല്ലെ. ഇപ്പൊ മരണപ്പെട്ടൊക്കെ പോകുന്ന ആളുകളുടെ ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ, അനുസ്മരണം നമ്മൾ വായിക്കില്ലേ. അപ്പൊ അതിലെഴുതും അദ്ദേഹം അതിഥി സൽക്കാര പ്രിയനാണ്. അതിഥി എന്ന് വെച്ചാൽ ആർക്കും കയറും. അപ്പൊ നമുക്കൊക്കെ തന്നെ, എനിക്കൊക്കെ ചെറിയ പരിചയങ്ങൾ പല ഭാഗത്തും ഇങ്ങനെ പോയിട്ട് ബന്ധപ്പെട്ടുണ്ട്. ചില മനുഷ്യരുടെ അടുത്തൊക്കെ ചില വീടുകളിലൊക്കെ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ അവര് നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ആ വീട്ടുകാരനെ പോലെയാണ്. അവര് ആ വീട്ടുകാരനെ പോലെ നമ്മൾ അവരിൽ ഒരാളാണ്. ഒരു അന്യതാബോധമോ ഒരു സംഗതിയോ നമുക്ക് അനുഭവപ്പെടാത്ത വിധം അവര് നമ്മളെ അങ്ങനെ അവരുടെ ഒരാളായിട്ട് അങ്ങോട്ട് പരിഗണിച്ചിരിക്കുക എന്ന് നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന്മാര്.
അപ്പൊ അതാണ് നമ്മുടെ ദീൻ നമ്മളെ പഠിപ്പിച്ച സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിലൊക്കെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ശരിയായ ദീനിന്റെ ശരിയായ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിച്ചു മരിക്കുന്ന, അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചു മരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي ثانيا بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലെ രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനപ്പെടുന്നുണ്ട്. നമ്മുടെ സഹോദരൻ VP സിദ്ദീഖ് സാഹിബ്, അദ്ദേഹം സാധാരണ അവിടെ ഇരിക്കാറുണ്ട് ബാക്കിൽ. ഇന്ന് അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹത്തിനല്ല, അദ്ദേഹത്തിന്റെ സഹോദരൻ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുള്ള കുട്ടി സാഹിബ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആളാണ്, നമ്മുടെ സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ മകൻ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ജില്ലാ പ്രസിഡന്റാണ്, സെക്രട്ടറി ആയിരുന്നു, ഇപ്പോൾ ബെസ്റ്റ് പ്രസിഡന്റാണ്. നമുക്കറിയാം VP ഷാക്കിർ നമ്മുടെയൊക്കെ സഹപ്രവർത്തകനാണ്. അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ പ്രാർത്ഥന കാര്യമായ ആവശ്യമുള്ള ഒരു അവസ്ഥയിലാണ്. പ്രിയപ്പെട്ടവരെ, കരളുമായി ബന്ധപ്പെട്ട അസുഖമാണ് അദ്ദേഹത്തിനുണ്ടായത്. അത് അതിന്റെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ദുനിയാവിൽ ജീവിക്കലാണ് ഖൈറെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ജീവിപ്പിക്കട്ടെ. മരിക്കലാണ്, തന്നിലേക്ക് തിരിച്ചു വിളിക്കലാണ് ഖൈറെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തിരിച്ചു വിളിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ വേറെയും ഒരുപാട് ആളുകളെ വിഷമിക്കുന്ന രോഗം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളെ നൗഫൽ ബാബുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെ മഹല്ലിലെ മുള്ളിയാകുറിശ്ശിയിലെ നൗഫൽ ബാബു, ഞാൻ അവിടെ പോയി. അവിടെ 2-3 തവണ ആളുകൾ, നമ്മുടെ ആ പ്രദേശത്തുള്ളവരൊക്കെ ഒരുമിച്ച് കൂടി നൗഫൽ ബാബുവിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അറിയാം? എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ നമ്മുടെ സുഹൃത്ത്, വളരെ ചെറുപ്പമാണ്, 40-42 വയസ്സേ ഉള്ളൂ അല്ലേ. എല്ലാവർക്കും, ചെറിയവർക്കും വലിയവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവൻ, എല്ലാവർക്കും നല്ലത് പറയാനുള്ളവൻ. നമുക്ക് ഈ ദുനിയാവിൽ പോകുമ്പോൾ അങ്ങനെ പോകണം. നല്ലത് ആളുകൾ പറയുന്ന അവസ്ഥയിൽ നമുക്ക് പോകണം. അത് കരുതി നല്ല മാതൃകയാണ്. ആ മാതൃക നമ്മളൊന്ന് പഠിച്ച് ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കാം. ബോധപൂർവ്വം ഉണ്ടാക്കിയൊരു മാതൃകയൊന്നുമല്ല, ആളങ്ങനെ അങ്ങനെയല്ല. പക്ഷെ ചെറിയവർക്കും വലിയവർക്കും ഒരുപോലെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മനുഷ്യരെ സ്നേഹിച്ചിട്ടും മനുഷ്യരുമായി ഇടപെട്ടിട്ടും അല്ലേ, അങ്ങനെയാണ് നൗഫൽ ബാബു പോയത്. എല്ലാവരും ഒരുപോലെ തേങ്ങാൻ. അപ്പോ ആ സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അല്ലാഹു തആല ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആ കുട്ടികളുണ്ട്, 2 കുട്ടികൾ, ചെറിയ കുടുംബം അല്ലേ, കുട്ടികൾ. അല്ലാഹു തആല അവർക്ക് തണലുമായി എപ്പോഴും റബ്ബിന്റെ കാവലും തുണയും ആ കുട്ടികൾക്കുണ്ടാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله